ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിറയെ ക്രിസ്മസ് ഡെക്കറേഷൻസ്. ഞാൻ ബ്രോഡ്വേയിൽ പോയി, നമ്മുടെ എറണാകുളത്തുള്ള മേനകയിലുള്ള ബ്രോഡ്വേയിൽ. സോ അവിടെ ഞാൻ കണ്ട കുറേ ക്രിസ്മസ് ഡെക്കറേഷൻസ്, ആ ഒരു തിരക്ക്, അതെല്ലാം നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മേത്ത ബസാറിലാണ് പോയത്. മേത്ത ബസാറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല കേട്ടോ, അത്ര തിരക്കാണ്. ഓക്കെ, നമ്മളിങ്ങനെ ഒഴുകി പോണ പോലെ പോവാം, റൈഡിലൊക്കെ കയറിയ പോലെ. അത്ര തിരക്കായിരുന്നു ഇന്നലെ. ശനിയും ഞായറും ഭയങ്കര തിരക്കാണ്, പക്ഷേ കച്ചവടം പൊടിയാണ്. ഇഷ്ടം പോലെ സാധനങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം സെറാമിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാമാണ്. ഇതൊരു വെറൈറ്റി ഉണ്ടായിട്ട് എനിക്ക് തോന്നിയായിരുന്നു ഈ കടയിൽ. അപ്പോൾ മേത്ത ബസാറിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കട. ഇറ്റ്സ് റിയലി നൈസ്. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. സാൻറ്റ ആയാലും അതേപോലെ തന്നെ എന്താ പറയുക, കുറേ ക്രാഫ്റ്റി കൈൻഡ് ഓഫ് ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം ഇവിടെ നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ട്രീസ് ആണെങ്കിൽ ഇഷ്ടം പോലെ ട്രീസാണ്. വഴി നീല ട്രീ ഉണ്ട്, അതും പല തരത്തിലുള്ള ട്രീസ് ഉണ്ട്. ഗോൾഡൻ ട്രീ, വൈറ്റ് ട്രീ, ഗ്രീൻ ട്രീ, ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ പറയുന്ന കളറിൽ അവർ ട്രീ തരാണ്. പിന്നെ റീത്ത് ഇഷ്ടം പോലെയുണ്ട്, അതും ഒരു വെറൈറ്റി ഓഫ് കളക്ഷൻസാണ്. പിന്നെ സ്റ്റാറുകൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ സ്റ്റാർ മാത്രമല്ല, LED സ്റ്റാർസ് ഉണ്ട്. അത് തന്നെ പല വെറൈറ്റീസ് ഉള്ളത്. പിന്നെ നമ്മൾ പുൽക്കൂട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ബൊമ്മകൾ, അതേപോലെ ഇഷ്ടം പോലെയാണേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നുള്ളൂ, അത്രയും വെറൈറ്റീസാണ്. പിന്നെ ഞങ്ങളാണെങ്കിലും ഒരു ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി. ഇതൊരു ബൾക്കായിട്ട് വാങ്ങുന്നവരുണ്ട്, പാക്കറ്റായിട്ട്, അല്ലാണ്ട് ലൂസായിട്ട് വാങ്ങാൻ പറ്റും. ചെറിയ ചെറീസെല്ലാം 3 രൂപ 4 രൂപയുള്ള അങ്ങനെ ഓരോന്നും നമുക്ക് തിരഞ്ഞെടുത്തെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സാൻറ്റേനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ, ഇഷ്ടംപോലെ സാധനങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകരുത്. എക്സ്പെൻസീവ് അല്ല, ഒട്ടും എക്സ്പെൻസീവ് അല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എറണാകുളത്തെ ബ്രോഡ്വേയിലെ മേത്ത ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി. തിരക്കാണ്, പക്ഷേ വീക്ക് ഡേയ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ മാനേജ്. ശനി ഞായറും എല്ലാവരും വരുന്നത് നോക്കിയിട്ടാണ് ആ ഒരു തിരക്കൊക്കെ ഉള്ളത്. പിന്നെ ലൈറ്റുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. സാന്റാക്ലോസ്, അതേപോലെ റെയിൻഡിയർ, അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കാണാനും അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഒരു കുടക്കീഴിൽ നമുക്ക് കിട്ടും. പിന്നെ മേത്ത ബസാറിൽ ഒരിക്കലും ഇത് മാത്രമാണെന്ന് വിചാരിക്കരുത്. ദർ ഇസ് രാധാകൃഷ്ണ ആൻഡ് ഓൾ ഇൻ ബ്രോഡ്വേ. സോ ഡ്രസ്സസിൻ്റെ ഒരു പാക്കേജ് അതും ഉണ്ട്. അപ്പോൾ നല്ല ഒരു ഷോപ്പിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്പെൻസീവ് അല്ലാത്ത, എന്താ പറയുക, നല്ല ലാഭത്തിലൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രിസ്മസിന് നിങ്ങൾ ബ്രോഡ്വേ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് സോ നൈസ്. എന്തായാലും പോയി കാണുക. ഞാൻ പറയുന്ന പോലെയല്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്രിസ്മസ് സ്പിരിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ എറണാകുളം എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മേത്ത ബസാർ, അതേപോലെ തന്നെ ബ്രോഡ്വേയിൽ വന്ന് നിങ്ങൾ എന്തായാലും ഒരു റൗണ്ട് പോകണം. ഇറ്റ്സ് സോ നൈസ്. ആൾക്കാർ വാങ്ങുന്നതും കാണാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ക്രിസ്മസ് എന്തായാലും എല്ലാവരും അടിച്ച് പൊളിക്കുക, സാധനങ്ങൾ വാങ്ങാനായിട്ട് ബ്രോഡ്വേ പോയി നോക്കുക.